അമ്മയുടെ മൃതദേഹം ചേതനയറ്റ ഇന്ദിരയുടെ ശരീരത്തെ ഞാൻ പറയുന്ന വാചകം കവച്ചു കടന്നുപോയി പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത രാജീവ് ഗാന്ധിക്ക് ഏത് ജനാധിപത്യ മൂല്യബോധമാണ് ഉണ്ടായിരുന്നു? നെഹ്റു വിജയലക്ഷ്മി പണ്ഡിറ്റിനെയും കൂട്ടി ഈ സത്യാഗ്രഹിക്കുന്ന ആളുകൾ അടുത്തോട്ട് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പം അവർ വിചാരിച്ച് എന്തോ സംസാരിക്കാൻ വേണ്ടി ഒന്നാന്ന് വിചാരിച്ച് എഴുന്നേറ്റ് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കട്പത്രി മഹാരാജിൻ്റെ മുഖത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അടിച്ചു എന്ന് പറയുമ്പം ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ ജോലി പോലും ഏറ്റെടുക്കുന്ന ആളായിരുന്നു നെഹ്റു എന്നല്ല തെളിയുന്നത്. ഒരു സന്യാസിയെ സമരം ചെയ്യുന്ന സന്യാസിയെ കരണത്തടിച്ചു. ഇത് ചരിത്ര രേഖകളിലുണ്ട്. രാഹുൽ ഗാന്ധിയെ ഉത്തർപ്രദേശിലെ ഗ്രാമത്തിൽ ഒരു ബലാത്സംഗ കേസിൽ പ്രതിയായി വരാറ് ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി. ഇന്ദിര എന്ന് കരഞ്ഞു കേട്ടോ, പറഞ്ഞത് ഖർക്ക നൗക്കർ പ്രധാനമന്ത്രി ബൻഗയ എന്ന് ചോദിച്ച ആളാ. അത് വേറെ ചരിത്രം, അതൊക്കെ വേറെ കഥകൾ. ആ മഹാഗഠബന്ധനൊക്കെ ഉണ്ടാക്കിയ കാലത്ത് മണിശങ്കർ വിട്ട് പാകിസ്ഥാനി വിട്ട് നരേന്ദ്രമോദി ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. അന്ന് ചൈനയും പാകിസ്ഥാനും വ്യക്തമായി കൂടെ ഉണ്ട്. കോവിഡിനെ മാനേജ് ചെയ്യാൻ വേണ്ടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടെന്ന് പ്രധാനമന്ത്രി തീരുമാനിച്ചത് തന്നെ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു ജനാധിപത്യ ധ്വംസനത്തിന്, ജനാധിപത്യ വ്യവസ്ഥയെ ഇല്ലാതാക്കുന്നതിനോ അടിച്ചമർത്തുന്നതിനോ കിട്ടുന്ന ഒരു സാഹചര്യത്തെ പോലും ഉപയോഗിക്കുകയോ ദുരുപയോഗിക്കുകയോ ചെയ്യേണ്ട എന്നുള്ള കൃത്യമായ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വീണ്ടും തിരിച്ചു വന്നാൽ ഇത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ അവസാനത്തെ തിരഞ്ഞെടുപ്പാകും. ഈ തെരഞ്ഞെടുപ്പോടു കൂടി ജനാധിപത്യ സംവിധാനം തന്നെ ഇല്ലാതാകും. കഴിഞ്ഞ 5 വർഷങ്ങളായി പ്രതിപക്ഷം പറയുന്ന ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രചരണമാണ് ഇത്. ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആ പ്രചരണത്തിന് വലിയ ശക്തി ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരെ, രാഹുൽ ഗാന്ധി, രമേശ് ചെന്നിത്തല മുതൽ പിണറായി വിജയൻ വരെ പറയുന്ന കാര്യം ഇതാണ്: BJP ഭാരതത്തിലെ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും തകിടം മറിച്ചിരിക്കുന്നു. BJP ജനാധിപത്യത്തിൻ്റെ അന്തകനായി മാറുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു പ്രചരണത്തിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ്? എന്തിനാണ് ഇങ്ങനെയൊരു പ്രചരണം? ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ KV രാജശേഖരൻജി നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. ഞാൻ ഈ പറഞ്ഞ ഇൻട്രോയിൽ തന്നെ എൻ്റെ ആദ്യത്തെ ചോദ്യമുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? BJP അധികാരത്തിൽ വരുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് സംവിധാനം തന്നെ ഇല്ലാതാകുമോ? ഈ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണെങ്കിലും അതിനെ നമ്മുടെ നാട്ടിൽ കാണാറുള്ള ഒരു തമാശ രൂപത്തിൽ കാണാൻ ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നു. അതിനുമുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഞാനൊക്കെ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ അന്നത്തെ കാലത്ത് പിന്നെ വളരെ പ്രമുഖനായ ഒരു യുവജന നേതാവായി, രാഷ്ട്രീയ നേതാവായ ആളുണ്ട്. ഞാൻ പേര് ബോധപൂർവ്വം പറയുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹം ഞങ്ങളോടൊന്ന് പറയും, ഡേയ് ഒരു 10 രൂപയ്ക്ക് എടുത്തേ. ഞങ്ങൾ എന്താ കേട്ട ആവശ്യം? ജനാധിപത്യം സംരക്ഷിക്കാനെന്ന് പറയും. അപ്പോൾ ചോദിക്കുന്നത് അങ്ങനെ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ 5 രൂപ നിന്ന് ഉണ്ണാൻ വേണ്ടി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനാണ് പുള്ളി തമാശ രൂപത്തിൽ 5 രൂപ ചോദിക്കുന്നത്. അത് കിട്ടിയില്ല, ജനാധിപത്യം തകർന്നു എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ നേതാവിന് ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ജനാധിപത്യം തകരും എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത്. ഇന്ന് നരേന്ദ്രമോദിയോ ഭാരതീയ ജനതാ പാർട്ടിയോ ഒക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജനാധിപത്യം തകരുമെന്ന് അവകാശപ്പെടുന്നവരും ഭയപ്പെടുത്തുന്നവരും ഒക്കെ ആ അവസ്ഥയിലാണ്. അവരുടെ ആധിപത്യം ജനങ്ങളുടെ അല്ല, ഞാൻ ഈ പറഞ്ഞ കൂട്ടരുടെ, അങ്ങ് സൂചിപ്പിച്ച വ്യക്തികൾ അടങ്ങുന്ന സംവിധാനത്തിൽ ആ ഭരണവർഗത്തിന്റെ അവസരം തീരുന്നു, അവരുടെ ആധിപത്യം തീരുന്നു. ജനാധിപത്യം തീരുന്നു എന്ന് പറയുന്നത് അവരുടെ ആധിപത്യം തീരുന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒരു കാര്യവുമില്ല. ഭാരതീയ ജനാധിപത്യ പ്രക്രിയയിൽ, ജനാധിപത്യ സംവിധാനങ്ങളിൽ ഒന്നും കാര്യമായ ഒരു നെഗറ്റീവായിട്ടുള്ള നകാരാത്മകമായ ഒരു മാറ്റത്തിനും 2014 തൊട്ട് നരേന്ദ്രമോദി സർക്കാർ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് വസ്തുത. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. 2019 ശേഷമാണ് പെട്ടെന്ന് ഈ മുദ്രാവാക്യം ഉയർന്നത്. അതായത് BJPയുടെ 2ാം ഊഴം ആരംഭിച്ച ശേഷം അതിലെന്തെങ്കിലും, ആ ടൈമിങ്ങിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? അതൊക്കെ വളരെ പ്രകടമാണ്. 2019 വരെ അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ആ മഹാഗഠബന്ധനൊക്കെ ഉണ്ടാക്കിയ കാലത്ത് മണിശങ്കർ വിട്ട് പാകിസ്ഥാനി വിട്ട്
നരേന്ദ്രമോദി ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. ഉം. അന്ന് ചൈനയും പാകിസ്ഥാനും വ്യക്തമായി കൂടെയുണ്ട്. അമേരിക്ക ട്രംപ് ആയിരുന്നത് കൊണ്ട് കൂടുതൽ ആക്റ്റീവായിട്ട് രംഗത്ത് വരാത്ത രീതിയിൽ മോദി മാനേജ് ചെയ്തിരുന്നു. അതെ അതെ അത് ആ സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും ജയിക്കും എന്നൊരു ലെവലിൽ അവർ നിന്നത്. ഏതാണ്ട് 2019 ഫെബ്രുവരി മാസം വരെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് വലുതായിട്ട് പറഞ്ഞിട്ടില്ല, സൂചിപ്പിച്ചെങ്കിലും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പോടെ തകർന്നു കഴിഞ്ഞു. ഒന്ന്. രണ്ട്, കോവിഡിൻ്റെ കാലം കൊണ്ട് നമ്മൾ ആ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോവുകയല്ല. തിരിച്ചു പിടിക്കാൻ അവരൊന്ന് ആഗ്രഹിച്ചു. ആ സമയം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിനുള്ളിൽ പ്രശ്നങ്ങളുണ്ടാക്കി വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടുകൂടി തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു. അതും നടക്കാതെ പോയി. ഇതെല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഉണ്ടാക്കിയെടുത്ത പുതിയൊരു ലോബിയാണ് ഈ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നശിക്കാൻ പോകുന്നു, ഡെമോക്രസി നശിക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ലേറ്റസ്റ്റായിട്ട് ഈ പ്രചരണം ഏറ്റുപിടിച്ചിരിക്കുന്ന ആരാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഉണ്ട്, അന്തർദേശീയ പ്രത്യേകിച്ചും മീഡിയ, അന്തർദേശീയ ഭരണകൂടങ്ങൾക്കപ്പുറമായിട്ട് ഭരണകൂടങ്ങൾ പലതും മടിച്ചു നിൽക്കുക. കാരണം അവർ വീണ്ടും ഒരു മോദി സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ജോർജ് സോറോസും മറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്ന NGOs, അതുപോലുള്ള മറ്റ് മീഡിയകൾ, ഇവരൊക്കെയാണ് ഈ വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ പിന്നിൽ നിന്ന് സഹായിക്കുന്ന സർക്കാരുകളുണ്ട്. അതിലൊരു പ്രധാന ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മൾ ഉൾക്കൊള്ളാതെ പോകരുത്. സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് തൊട്ട് ഭാരതത്തിന് നമ്മുടെ ഈ ഭൂഖണ്ഡത്തിൽ, ഈ ഏഷ്യ മേഖലയിൽ ലോകത്തിന് നമ്മളെ അവഗണിക്കാൻ വയ്യാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു ജനാധിപത്യ രാജ്യമാണെന്നുള്ളതായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ മാറിയും മറിഞ്ഞും വന്നെങ്കിലും ജനാധിപത്യം സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. അപ്പം ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്കെപ്പോഴും ജനാധിപത്യത്തിൻ്റെ ഒരു പരിഗണന തരുന്നതിന് മറ്റ് ജനാധിപത്യ രാജ്യങ്ങൾക്കും ഒരു ബാധ്യതയുണ്ടായിരുന്നു. ഇന്ന് അത് കൂടുതൽ വളർന്ന്, അന്ന് പക്ഷേ ലോകത്തിന് മേലെ നമുക്ക് സ്വാധീനമില്ലായിരുന്നു. ഇന്ന് അതും കൂടി ഉപയോഗിച്ചുകൊണ്ടൊരു സ്വാധീനം ഉണ്ടാക്കുന്നതിന് ഭാരതം ശ്രമിക്കുകയാണെങ്കിൽ ഭാരതത്തിൽ ജനാധിപത്യം ഇല്ലെന്നും സ്ഥാപനങ്ങൾ നശിച്ചെന്നും ഒക്കെയുള്ള തെറ്റായ പ്രചരണം ലോകത്തിന് കൊടുക്കുകയാണ് അതിന് ഏറ്റവും നല്ല മാർഗം. അതിന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ വികസന യാത്രയിൽ, എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ്, ഒരു ബ്രൈറ്റ് സ്പോട്ടായി മാറിക്കഴിഞ്ഞ ഭാരതത്തെ ബ്ലാക്ക് സ്പോട്ടാക്കി മാറ്റി കാണിക്കണം. അതായത് ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വികസന, അല്ലെങ്കിൽ ഇതിലെ ഒരു USP എന്ന് പറയുന്നത് ഭാരതം ജനാധിപത്യ രാജ്യമാണെന്ന്. അതില്ലാതാക്കുക ആ തന്ത്രമാണ്. അപ്പോൾ ഇത് കൃത്യമായി ഒരു താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ ഇതിൻ്റെ പിന്നിൽ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയിൽ ഇവിടുത്തെ ആൾക്കാരും പങ്കാളികളാണ്. എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഐ ആം കൺവിൻസ്ഡ്, 100% കൺവിൻസ്ഡ്. അതിന് ചില കാരണങ്ങൾ വേറെയും കൂടിയുണ്ട്, ചില ഇൻഡിക്കേഷൻസ് ഉണ്ട്. നമ്മൾ കാര്യം ആലോചിച്ച് നോക്കുക. ജനാധിപത്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തകരാറിലാണെന്ന് പറയണമെങ്കിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്ന് പറയണം. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇന്ന തകരാറുണ്ടായി എന്ന് പറയണം. അതിൻ്റെ അതായത് ഉദാഹരണം ED അല്ലെങ്കിൽ CBI അല്ലെങ്കിൽ ജുഡീഷ്യറി, ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവർ, അവരെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ, ഇതൊന്നും ആരും ചലഞ്ച് ചെയ്യുന്നില്ല. അതിന് പകരം ഈ വിദേശ ഏജൻസികൾ ചെയ്യുന്നത്, അവർ തന്നെ കുറച്ച് ഫേക്ക് ഏജൻസികളെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജനാധിപത്യം അളക്കാൻ, പട്ടിണി അളക്കാൻ, ഹാപ്പിനെസ് അളക്കാൻ ആ ഏജൻസികളുടെ റിപ്പോർട്ട് പൊക്കി കാണിക്കും. അതൊക്കെ NGOs ആണ് പൊതുവെ. ആ റിപ്പോർട്ട് എടുത്തിട്ട് അതിനെ റെഫർ ചെയ്തിട്ടാണ് ഇവരുടെ ആർട്ടിക്കിൾസ് പോലും. അത് ന്യൂയോർക്ക് ടൈംസിലോ ഗാർഡിയനിലോ എന്നിട്ട് ബ്ലൂംബെർഗിലോ ഒക്കെ വന്നു കഴിയുമ്പം ഇവിടെ അതായി പിന്നെ വാർത്ത. അതും വേറെ ഒന്നുമുണ്ട്. അവിടെ പോയിരുന്ന് എഴുതുന്ന ആരാ? ഇന്ത്യയിലെ ജേർണലിസ്റ്റുകൾ തന്നെ, ഇന്ത്യക്കാർ തന്നെ പോയിരുന്ന് എഴുതുന്നത്. അപ്പൊ ഇതിനൊരു കൃത്യമായ പാത്രം. അതായത് ആദ്യം ഇതുപോലെയുള്ള റിസർച്ച് ഏജൻസികളെ സൃഷ്ടിക്കുന്നു, അവരുടെ റിപ്പോർട്ട്സ് സൃഷ്ടിക്കുന്നു, ആ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നു. അതിന്റെ പിന്നിലും നമ്മളുടെ ഇന്ത്യൻ ആൾക്കാരുണ്ടെന്നാണ് വന്നു കഴിയുമ്പോൾ അതിനെ ഒരു ചർച്ചയാവുന്നു, അതിനെ എടുക്കുന്നു. അത് എന്റെ കാട്ടുകൂടാ അറിയാമല്ലോ, സിദ്ധാർത്ഥ വരദരാജന്റെ വയറും. അതെ അതെ അതെ, ഇതൊക്കെ അതിന് ദൃഷ്ടാന്തങ്ങളല്ലേ. കുറെ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതൊരു ഒരു വഴിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്
പ്രതിരോധിക്കേണ്ടത് ആവശ്യം, സംശയമൊന്നുമില്ല. കാരണം അങ്ങനൊരു വാർത്ത പോകുന്നതിന് അനുവദിച്ചുകൂടാ, സത്യമല്ല എന്നുള്ളതിൻ്റെ കാര്യം. പക്ഷെ ഒരു കാര്യം തിരിച്ചുകൂടെ ഓർക്കണം, ഇപ്പോഴീ കുറ്റം പറയുന്ന ആളുകൾ അവരുടെ രാഷ്ട്രീയ പൂർവികന്മാരോ കുടുംബപരമായ പൂർവികന്മാരോ ഭാരതം ഭരിച്ച കാലത്ത് എന്തൊക്കെയാണ് കാട്ടിയിട്ടില്ലാത്തത്. ഇവിടുത്തെ ജുഡീഷ്യറിയെയോ ഈ ഇലക്ഷൻ കമ്മീഷനെയോ പിന്നീട് അവർ തന്നെ സൃഷ്ടിച്ച ED CBI പോലുള്ള സംവിധാനങ്ങളെയോ ലോക്കൽ പോലീസിനെ പോലും അനാവശ്യമായും അനവസരത്തിലും അധികപ്പറ്റായും ഉപയോഗിക്കുന്ന രീതിയല്ലേ ജവഹർലാൽ നെഹ്റു തൊട്ട് പിണറായി വിജയൻ വരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ജവഹർലാൽ നെഹ്റു അങ്ങനെ ചെയ്തിട്ടുണ്ട്. വലിയ ഉറച്ച ജനാധിപത്യവാദിയാണ് എന്നാണ് പൊതുവെ ഒരു സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഇമേജ്. ഞാനൊരു 2 കാര്യം ചോദിക്കാം. ആ ഇമേജിനെ ഒന്നും ഞാൻ ചലഞ്ച് ചെയ്യുന്നില്ല. ലെറ്റ് ദാറ്റ് ഇമേജ് ബി ദെയർ. വി മേ ഹാവ് ഡിഫറൻസ് ഒപ്പീനിയൻ ദെയർ. ഈ ഗാന്ധിവധത്തെയോ അല്ലെങ്കിൽ ഗോഡ്സെയോ ഒന്നും ന്യായീകരിച്ച് ഈ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് വരരുത്. ദാറ്റ് ഐ വിൽ നോട്ട് അക്സെപ്റ്റ്. ഗാന്ധിവധം നടക്കുമ്പം ഗോഡ്സെ ഹിന്ദു മഹാസഭയുടെ ആളായിരുന്നു. ആ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിരുന്നു നിർമ്മൽ കുമാർ ചാറ്റർജി, സോമചാറ്റർജി അച്ഛൻ. ആ നിർമ്മൽ കുമാർ ചാറ്റർജിയെ ബംഗാളിലെ ഹൈക്കോടതി ജഡ്ജിയായിട്ട് നിയോഗിച്ചത് അത് ഈ ഗോഡ്സെയുടെയും കുറ്റവാളികളുടെയും ട്രയൽ തുടങ്ങുന്ന സമയത്ത് മാത്രമാണ്. 1948 മെയ്യിലാണ്, ജൂലൈയിലാണ് ഈ ട്രയൽ തുടങ്ങുമ്പോഴാണ് ഇദ്ദേഹത്തെ ജഡ്ജിയാക്കി വിട്ടു. അതായത് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായ ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലുന്നു. ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായ ആ സംഘടനയുടെ പ്രസിഡന്റിനെ നെഹ്റു കൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയായിട്ട് 1948 ജൂലൈയിൽ നിയോഗിക്കുന്നു. 1949 ഒരു കൊല്ലം അജ്മൽ കസബിന്റെ കൂട്ടൊന്നുമല്ല, ഒരു ഫാസ്റ്റ് ട്രാക്ക് രീതിയിൽ ഗോഡ്സെയും കൂട്ടരെയും തൂക്കിലേറ്റി. അത് വേറെ വിഷയമാണ്. ആ തൂക്കിലേറ്റിന്റെ നെക്സ്റ്റ് ഡേ ഈ ചാറ്റർജി രാജിവെക്കുകയും ചെയ്തു ജഡ്ജി സ്ഥാനത്ത് നിന്ന്. അപ്പൊ അങ്ങനെ ഒരു ട്രയൽ തുടങ്ങി അക്യൂസ്ഡായ ആളെ എക്സിക്യൂട്ട് ചെയ്യുന്നത് വരെ നിയമ സംവിധാനങ്ങളുടെ അന്വേഷണ പരിധിയുടെ പുറത്ത് മാറ്റി നിർമ്മൽ കുമാർ ചാറ്റർജിയെ ജഡ്ജിയാക്കി നിയമിക്കാൻ പറ്റുന്ന തരത്തിൽ ജുഡീഷ്യറിയിൽ ഇന്റർഫിയർ ചെയ്യുന്നതിന് നെഹ്റുവിന് കഴിയുമായിരുന്നുവെങ്കിൽ ജനാധിപത്യ സംവിധാനങ്ങൾക്ക്, ഭരണഘടനാ സംവിധാനങ്ങൾക്ക്, ജനാധിപത്യം എന്നല്ല പറയേണ്ടത്, നെഹ്റു കൊടുത്ത പ്രാധാന്യം എന്തായിരുന്നു വ്യക്തമല്ലേ? എൻ്റെ ചോദ്യം അത് മാത്രമാണ്. ഞാൻ ഗോഡ്സെയുടെ മറ്റു കാര്യമൊന്നുമല്ല ചോദിക്കുന്നത്. വ്യക്തമാണ്. ഇദ്ദേഹത്തിനെ അവിടെ നിയമിച്ചതിന്റെ പിന്നിലുള്ള ഇടപെടലിന് ഞാൻ ചോദിക്കുന്നത്. ഇനി 2, പത്മജ നായിഡു എന്നുള്ളൊരു ഗവർണറെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഈ പത്മജ നായിഡുവിനെ എന്തിനാണ് വെസ്റ്റ് ബംഗാളിലെ ഗവർണറാക്കിയത്? ഒരു ഗവർണറാക്കുന്നതിനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ എം മുത്തയുടെ പുസ്തകം വായിച്ചാൽ അറിയാം എന്തിനാണ്, റെമിനിനിസൻസ് ഓഫ് നെഹ്റു ഏജ് വായിച്ചാൽ അറിയാം എന്തിനാണ് പത്മജ നായിഡുവിനെ അവിടെ ഗവർണറാക്കി. പത്മജ നായിഡുവിന് തീൻമൂർത്തി താമസിക്കാൻ ഒരു റൂം വേണമെന്ന് പറഞ്ഞു, അക്കോമഡേഷൻ തീൻമൂർത്തി വേണമെന്ന് പറഞ്ഞു. അത് കൊടുക്കാൻ ഇന്ദിരാഗാന്ധി തയ്യാറല്ലായിരുന്നു. ഇമ്മീഡിയറ്റ്ലി വേ ഔട്ട് വാസ് ഫൗണ്ട് ഔട്ട്. She was sent to Raj Bhavan, West Bengal. That was the way in which Nehru used to approach the democratic institutions. 2, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊക്കെ ചരിത്രം അറിയേണ്ടതാണ്. നെഹ്റുവിൻ്റെ വേറൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. പോലീസിന്റെ പണി ഇവിടെ ഇദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അത് കർപ്പത്രി മഹാരാജ് എന്ന് പറഞ്ഞൊരു കർപ്പത്രി, അതായത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊള്ളുന്ന ആഹാര സാധനം മാത്രമേ കഴിക്കുകയുള്ളൂ. സന്യാസി. അദ്ദേഹം ഈ നമ്മുടെ ഗോവധ നിരോധനത്തിന് വേണ്ടി സമരം ചെയ്തയാളാണ്. എന്ത് കാര്യമാണ് സമരം ചെയ്യുന്നത്? ജനാധിപത്യ സമൂഹത്തിൽ അക്സെപ്റ്റഡ് റോളാണ്. അവിടെ അതിൽ പങ്കെടുക്കുമ്പം നെഹ്റു വിജയലക്ഷ്മി പണ്ഡിറ്റിനെയും കൂട്ടി ഈ സത്യാഗ്രഹിക്കുന്ന ആളുകൾ അടുത്തോട്ട് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പം അവർ വിചാരിച്ച് എന്തോ സംസാരിക്കാൻ വേണ്ടി ഒന്നാന്ന് വിചാരിച്ച് എഴുന്നേറ്റ് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കട്പത്രി മഹാരാജിൻ്റെ മുഖത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അടിച്ചു എന്ന് പറയുമ്പം ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ ജോലി പോലും ഏറ്റെടുക്കുന്ന ആളായിരുന്നു നെഹ്റു എന്നല്ല തെളിയുന്നത്. ഒരു സന്യാസിയെ സമരം ചെയ്യുന്ന സന്യാസിയെ കരണത്തടിച്ചു. ഇത് ചരിത്ര രേഖകളിലുണ്ട്. അതിനെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞ വാചകം ഞാൻ മുഴുവൻ പറയില്ല.
എൻ്റെ രാജ്യത്തായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ അത് അമേരിക്കൻ പ്രസിഡന്റ് പോലും ആയിരുന്നെങ്കിൽ ആ ആളെ അതിനിടയ്ക്കൊരു വാചകം പറഞ്ഞു, ഞാൻ പറയുന്നില്ല, അവിടെ ഒരു ദിവസം പോലും ഇരിക്കുന്നത് ഞങ്ങൾ അനുവദിക്കില്ലായിരുന്നു പറഞ്ഞു. അപ്പൊ ഇതാണ് ഇത് രേഖകളിലുള്ള രേഖകളിലുള്ള പക്ഷേ കാര്യം. നെഹ്റുവിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യാത്ത ഒരു സംഭവമാണ്. അതെ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് രേഖയുണ്ട്, അത് മറ്റൊരു രേഖയുണ്ട്. ഐ ഹാവ് ദ രേഖ വിത്ത് മീ, ഡോക്യുമെന്റ്സ് വിത്ത് മീ. അത് നമുക്ക് വേറൊരു ആയിക്കോട്ടെ. ദിവസം ചർച്ച ചെയ്യാം. ഇതാണ് നെഹ്റുവിന്റെ ജനാധിപത്യ ബോധം. അതെ അതെ ഇന്ദിരാഗാന്ധിയുടെ കേസിൽ ലെസ് സെഡ് ഈസ് മച്ച് ബെറ്റർ. അതെ 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 അത് അടിയന്തരാവസ്ഥ ആരും പറയാൻ മാത്രമല്ല. പോകുന്നില്ല. അടിയന്തരാവസ്ഥ കൈകാര്യം ചെയ്ത രീതിയിൽ ഉം. അതിനു മുമ്പ് അടിയന്തരാവസ്ഥ പിന്നെയല്ലേ. ഈ കമ്മിറ്റഡ് ജുഡീഷ്യറി കൊണ്ടുവന്ന ആരാ? അതായത് എൻ്റെ ആശയഗതികളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ജഡ്ജി വേണം, ജഡ്ജിമാരങ്ങനെ ആയിരിക്കണം. പറഞ്ഞ കമ്മിറ്റഡ് വേറെയാണ്. പ്രാക്ടിക്കലി കമ്മിറ്റഡ് ജുഡീഷ്യറി കൊണ്ടുവന്ന ആരാ? അതിന് തുടക്കം കുറിച്ചത് ഇന്ദിരാഗാന്ധി. തുടക്കമല്ല, ഇന്ദിരാഗാന്ധിയെ ചെയ്തിട്ടുള്ളൂ. അത് ഇന്ദിരാഗാന്ധി മാത്രമാണ് അത് ചെയ്തത്. അവർക്ക് അതിന് അവസരം വന്നിട്ടുള്ളൂ. അവരെ ഇഷ്ടപ്പെട്ട ആളുകളെ, നമ്മളെ ജസ്റ്റിസ് കൃഷ്ണയ്യരെ പോലെ ഇഷ്ടപ്പെട്ട ആളുകളെ, അതായത് സോവിയറ്റ് താല്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പക്ഷത്തുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവരെ ജഡ്ജിമാരാക്കി. ചീഫ് ജസ്റ്റിസ് ആയിട്ടിരിക്കുന്ന ആവേണ്ട ആള് തനിക്ക് താല്പര്യമില്ലാതെ തന്നെ അവരെ ഒഴിവാക്കി വേറെ ആളെ ആക്കി. ഇങ്ങനെ ജുഡീഷ്യറിയെ കംപ്ലീറ്റ് അവർ ഓടിച്ചു പണിക്ക് കയ്യിലെടുത്തു. റൈറ്റ് ബിറ്റ്വീൻ ദ ഹൈക്കോർട്ട് ടു സുപ്രീം കോർട്ട്. ഒരുപക്ഷെ ആ ഒരു ധൈര്യമായിരിക്കും ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും ഇന്ദിരാഗാന്ധിക്ക്. സംശയം എന്താ? ആ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുത്ത ആരാ? പി ആർ കൃഷ്ണയ്യര്. കാരണം പി ആർ കൃഷ്ണയ്യര് വെക്കേഷൻ ജഡ്ജിയായിട്ടിരിക്കുന്ന സമയത്താണ് അലഹബാദ് ഹൈക്കോടതിക്ക് സ്റ്റേ ചോദിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ സൈഡിൽ നിന്നുള്ള അപ്പീലുമായിട്ട് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ അന്ന് കൃഷ്ണയ്യര് പറഞ്ഞൊരു ന്യായമുണ്ട്. ഇന്ദിരയ്ക്കെതിരെ ചാർജ് ചെയ്ത 20 പോയിന്റിൽ 18 പോയിന്റും തള്ളിക്കളഞ്ഞിട്ട് 2 പോയിന്റ് അലഹബാദ് ഹൈക്കോടതി വിധിച്ചതിൻ്റെ കാരണം സാങ്കേതിക കാരണം, അതായത് സർക്കാർ മെഷീനറി ദുരുപയോഗം ചെയ്യുന്നതാണ് വിഷയം അവിടെ. അതിനകത്ത് ഇത് വരുന്നുണ്ട്. ആ മെഷീനറി ദുരുപയോഗത്തിനാണ് ഇന്ദിരാഗാന്ധി ഇത് ചെയ്യുന്നത്. അപ്പോൾ അന്ന് EMS ഒരു മറുപടി പറഞ്ഞു, ഈ 20ൽ 2 പോയിന്റ് സ്വീകരിച്ചത് സാങ്കേതിക പ്രശ്നം കൊണ്ടാണെങ്കിൽ 18 എണ്ണം തള്ളിക്കളഞ്ഞതുകൊണ്ടും എന്നാണ് EMS ചോദിച്ചതാ. അപ്പം അതായിരുന്നു ഈ ജഡ്ജിയെ നിയമിച്ചതിന് പ്രയോജനം കിട്ടി സ്വാഭാവികമായിട്ടും. ആ വഴിയാണ് ഇന്ദിരയെ സ്വീകരിച്ചത്. മറ്റെല്ലാ കാര്യങ്ങളിലും ഇന്ദിര അത് തന്നെയാണ് ചെയ്തത്, പറയേണ്ട ആവശ്യമില്ല നമ്മൾ. തീർച്ചയായിട്ടും. ഞാൻ ഇനിയിപ്പം വരാൻ പോകുന്നത് രാജീവ് ഗാന്ധിയിലേക്കാണ്. ഒരുപക്ഷെ ഭാരതം വളരെ കുറച്ചു മാത്രം ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം ഞാൻ ഈ പറയുന്നത്. ജനാധിപത്യ സംവിധാനത്തെയും രാജീവ് ഗാന്ധി എങ്ങനെ കണ്ടെന്നുള്ളതിന് ഏറ്റവും പല വിഷയങ്ങളുണ്ടെങ്കിലും കണ്ണായ ഒരു വിഷയത്തിലേക്ക് ഞാൻ വരിക. 1984 ഒക്ടോബർ മാസം 31-ാം തീയതി, ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ദിരാഗാന്ധിയെ ദാരുണമായിട്ട് കൊല ചെയ്ത ദിവസമാണ്. ഇന്ദിരാഗാന്ധിയെ വെടിവെക്കുന്നത് ഏതാണ്ട് 9 മണിക്കും 10 മണിക്കും എടുക്കുന്ന സന്ദർഭത്തിലാണ്. ഞാനന്ന് നോർത്ത് ബ്ലോക്കിലാണ് ജോലി ചെയ്യുന്നത്. സൗത്ത് ബ്ലോക്കാണല്ലോ പ്രധാനമന്ത്രിയുടെ ഓഫീസ്. തൊട്ടപ്പുറത്ത് അങ്ങേക്കറിയാമല്ലോ. ഞങ്ങൾക്കൊന്നും ഇന്ദിരാഗാന്ധി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള വിവരം ഉറപ്പായിട്ട് ഏതാണ്ട് 11:30 വരെ അറിയില്ല. വെടിവെച്ചു എന്നുള്ളതൊക്കെ അറിയാവുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും ഒന്നും ഞാൻ വിശദീകരിക്കുന്നുമില്ല. ഇന്ന് അവരുടെ പക്ഷത്തുള്ള BBC ആണ് 11:30 ആയപ്പോൾ പ്രഖ്യാപിച്ചു ഷീ ഈസ് നോ മോർ, ലോകത്തോട് പ്രഖ്യാപിച്ചു. പക്ഷെ ഇന്ത്യയുടെ ഓൾ ഇന്ത്യ റേഡിയോ ഒന്നും അപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞപ്പോഴാ വൈകുന്നേരം ഏതാണ്ട് 6 മണിക്ക് ശേഷമുള്ള ബുള്ളറ്റിന് അവിടെ 2 വാർത്ത വന്നു. ആ 2 വാർത്ത വന്ന് അന്ന് ഞാൻ പറഞ്ഞാണ് ഇന്ത്യയിൽ നിന്ന് 2 ട്രാജഡി സംഭവിച്ചു എന്നാണ് പറഞ്ഞത്. 2 ട്രാജഡി ഒന്നല്ല. ഒന്ന്, മിസസ് ഗാന്ധി അസാസിൻ ചെയ്യപ്പെട്ടു, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി, അത് സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് കേട്ടപ്പോൾ അതിശയപ്പെട്ടു പോയി. ഒരു ജനാധിപത്യ സംവിധാനമാണ്. സംവിധാനത്തിന് ഓർക്കണം, ഒരു പ്രധാനമന്ത്രി മരിച്ചാൽ അടുത്ത പ്രധാനമന്ത്രി ആരാകണമെന്നുള്ളതിന് നമ്മുടെ ഭരണഘടന വ്യവസ്ഥയില്ല. അത് പിന്നെ ഡോക്ടർ രാധാകൃഷ്ണനാണ് കീഴ്വഴക്കമുണ്ടാക്കിയത്. 64 മെയ് 27-ാം തീയതി ജവഹർലാൽ നെഹ്റു മരിച്ചപ്പോഴത്തേക്ക് ഇതേ സിറ്റുവേഷൻ വന്നു. അൺഎക്സ്പെക്ടഡ് ഡെത്ത്. എല്ലാം എപ്പോഴും അങ്ങനെയാണല്ലോ. അദ്ദേഹം പറഞ്ഞു സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മന്ത്രി ഗുൽസാരിലാൽ നന്ദ ഇന്ററിം പ്രൈം മിനിസ്റ്റർ ആവട്ടെ എന്ന് പറഞ്ഞു. ഇന്ററിം പ്രൈം മിനിസ്റ്റർ ആയ ശേഷം
വീണ്ടും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കൂടി. അവർക്കാണ് എലക്ട് ചെയ്യാൻ അധികാരമുള്ളത്. അതെ അതെ. ലാൽ ബഹദൂർ ശാസ്ത്രി എലക്ട് ചെയ്തു. ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി. ഇന്ദിര അന്ന് കരഞ്ഞു കേട്ടോ, പറഞ്ഞത് ഖർക്കാ നൗക്കർ പ്രധാനമന്ത്രി ബൻഗയാ ശ്ശോ, എന്ന് ചോദിച്ച ആളാ. അപമാനിക്കുകയാണ്. അത് വേറെ ചരിത്രം, അതൊക്കെ വേറെ കഥകളുടെ ചരിത്രം, കഥയല്ല ചരിത്രം. അതിനുശേഷം ഖർക്കാൻ നൗക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ വേലക്കാരൻ എന്ന് പ്രധാനമന്ത്രിയായിരുന്നു. തന്നെയാ പറഞ്ഞത്. എത്ര നീചമായിട്ടുള്ള പരാമർശം. എന്നിട്ടൊരു രസമുണ്ട്, ഇദ്ദേഹം തിരിച്ചു വരാൻ വേണ്ടി വിളിച്ചു, മന്ത്രിയാകാൻ വേണ്ടി തിരിച്ചു വിളിച്ചു, ഇന്ദിരയെ വിളിച്ചു. ഇപ്പോഴവിടെ ഈ കാര്യം പറയുന്നത് ചോദിച്ചാൽ അത് നെഹ്റുവിൻ്റെ അലഹബാദിൽ പോയിട്ട് വന്ന വഴി സന്ദർഭത്തിലാണ് ചോദിച്ചത്. ഇപ്പോഴാണോ ഈ സമയം ചോദിക്കുന്നത് പറഞ്ഞ് ഫയർ ചെയ്തത്. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് വളരെ പ്രഗത്ഭനായ മനുഷ്യനല്ലേ. സെക്രട്ടറിയോട് പറഞ്ഞു, ഇഫ് ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഐ മേ ലുക്ക് ഫോർ വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്ന് പറഞ്ഞു. ഇന്ദിര തുള്ളിക്കൊണ്ട് പറയുക, എന്നിട്ട് പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തു, ഈ മന്ത്രിപദം ഏറ്റെടുത്തു. ഇൻഫർമേഷൻ മനസ്സിലായോ? ദാറ്റ് വാസ് ദ മെയിൻ. ആ വഴിക്കാണ് ശാസ്ത്രി അതിനെ ഹാൻഡിൽ ചെയ്തത്. അത് വേറെ വിഷയമാണല്ലോ. ഈ ശാസ്ത്രിയുടെ മരണശേഷം ഡോക്ടർ എസ് രാധാകൃഷ്ണനും സെയിം പ്രോബ്ലം വന്നു. അദ്ദേഹം ചെയ്തത് എന്താ, അന്നും സീനിയർ മോസ്റ്റ് മന്ത്രിയായിരുന്നു ഗുൽസാരിൽ നന്ദ. വീണ്ടും ആയി അദ്ദേഹത്തെ ആക്കിയിട്ട് പിന്നീട് പാർലമെന്ററി പാർട്ടി കൂടിയാണ് പുതിയ നിയോഗിക്കുന്നത്. പക്ഷേ 1984 ഒക്ടോബർ 31 രാവിലെ ഇന്ദിരയെ വെടിവെച്ചിട്ട ശേഷം, അല്ലെങ്കിൽ മരണം സ്ഥിരീകരിക്കപ്പെട്ട ശേഷം, ആ മരണം പോലും റഷ്യൻ ശൈലിയിൽ, സോവിയറ്റ് യൂണിയൻ ശൈലി, അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് പറയുന്നത്. ആ ശവശരീരം ഇട്ടിട്ട് അമ്മയുടെ മൃതദേഹം, ചേതനയറ്റ ഇന്ദിരയുടെ ശരീരത്തെ, ഞാൻ പറയുന്ന വാചകം, കവച്ച് കടന്നുപോയി പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത രാജീവ് ഗാന്ധിക്ക് ഏത് ജനാധിപത്യ മൂല്യബോധമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു പാർലമെന്ററി പാർട്ടിയിൽ ഒരു ചർച്ച നടന്നിട്ടില്ല, മറ്റ് യാതൊരു സംവിധാനത്തിലും ഒരു ചർച്ച നടന്നിട്ടില്ല. നേരെ പ്രധാനമന്ത്രി ഇവർ പറയുന്നു പാർലമെന്ററി ബോർഡ് ചർച്ച എന്നൊക്കെ പറയുന്നുണ്ട്. ചർച്ച സമയം കിട്ടിയിട്ടില്ല. കാരണം ബോർഡിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ബോർഡിലെ ഒരു മെമ്പർ പ്രണബ് മുഖർജി പിന്നെ പ്ലെയിനിൽ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. അതെ അതെ, അദ്ദേഹം വെസ്റ്റ് ബംഗാളിലോ മറ്റോ. കരുണാകരൻ വേറൊരു മെമ്പറാണ്, കെ കരുണാകരൻ, അദ്ദേഹം കേരളത്തിലാണ്. അതെ അതെ. നരസിംഹറാവു ഉണ്ട് അവിടെ. പക്ഷെ എങ്കിലും അങ്ങനെ ഒരു വ്യവസ്ഥ അല്ലല്ലോ വേണ്ടത്. തീർച്ചയായിട്ടും. അങ്ങ് ഈ ചരിത്രം പറഞ്ഞു, നമ്മൾ ചർച്ചയുടെ ഒരു ഇതുകൊണ്ട് സമയപരിമിതി കൊണ്ട് ഞാൻ ചോദിക്കാം. ഇത് പറഞ്ഞു വളരെ കൃത്യമായി ജനാധിപത്യത്തെ സ്വന്തം ഇഷ്ടപ്രകാരം നെഹ്റു ഇന്ദിരയും എടുത്ത് അമ്മാനമാടിയ ആൾക്കാരാണ് ഇവരെല്ലാം. പക്ഷെ അപ്പോൾ അവരുടെ പിൻഗാമികളാണ് ഇപ്പോൾ ജനാധിപത്യം മരിച്ചു എന്ന് പറഞ്ഞ് കരയുന്നത്. പക്ഷെ അവരൊക്കെ ഇത് ചെയ്തതുകൊണ്ട് ഇവിടെ അത് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ഒരു ചോദ്യമായിരിക്കും മറുവശത്തു നിന്ന് വരിക. ഒന്ന്. രണ്ട്, പ്രധാനമായിട്ട് ഇവർ ഉന്നയിക്കുന്ന ഒരു വിഷയം ഈ പറയുന്ന അന്വേഷണ ഏജൻസികളുടെ, ജുഡീഷ്യറി എന്തായാലും ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ അന്വേഷണ ഏജൻസികളെ, അവരുടെ അധിപന്മാരെ നിയമിക്കുന്നതിൽ, അവർ ഏറ്റെടുക്കുന്ന കേസുകളുടെ കാര്യത്തിലൊക്കെ സർക്കാർ കാര്യമായി കൈകടത്തുന്നു. ഇത് ഞങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എന്നുള്ള പരാതിയും അല്ലെങ്കിൽ പ്രതിഷേധവുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആപ്പിൻ്റെ കേസ് വരെ. അതിനെ എങ്ങനെ ഇത് പറയുമ്പോൾ അങ്ങേപ്പോലത്തെ സീനിയർ മാധ്യമപ്രവർത്തനം എനിക്ക് തിരുത്താൻ വരുന്നില്ല, ക്ഷമിക്കണം എന്നോട്. ജുഡീഷ്യറിയെ പറഞ്ഞില്ലെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടോ കപിൽ സിബലും മറ്റൊക്കെ പിന്നെ ബെഞ്ചിന്റെ മുമ്പിരുന്നല്ലേ പറഞ്ഞേ, നിങ്ങൾ ഇങ്ങനെ അല്ല ചെയ്യുന്നതെങ്കിൽ ജുഡീഷ്യറിയുടെ പാരമ്പര്യത്തെ ഹനിക്കുകയും ചെയ്യുന്ന പക്ഷേ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കപിൽ സിബൽ ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട് പലപ്പോഴും. ഭയമുണ്ട്, കണ്ടംപ്റ്റ് കോർട്ടിന്റെ ഭയമുള്ളതുകൊണ്ട് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. തന്നെയല്ല, കോടതി അത് പറയാൻ പാടില്ലെങ്കിൽ പോലും ഇന്നും കോടതി നിലനിൽക്കുന്നത് അവർക്കൊക്കെ അനുകൂലമായിട്ട് തന്നെയാണ്. ആ നമ്മൾ കൊളീജിയം വഴി വന്ന ജഡ്ജിമാരും ഒക്കെ, അത് മറ്റൊരു വിഷയം, അതവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞു വന്ന വിഷയം അവർ ചെയ്തതുകൊണ്ട് ഇവരും ചെയ്യണമെന്നുള്ളതാണ്. ചെയ്യരുത് എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെ ഞാൻ. അങ്ങനെ ചെയ്യരുതെന്നുള്ള ബോധ്യം ഉണ്ടായിട്ടാണ് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള എല്ലാ അവസരവും കോവിഡ് കാലത്ത് വന്നതാണ്. കോവിഡിനെ മാനേജ് ചെയ്യാൻ വേണ്ടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടെന്ന് പ്രധാനമന്ത്രി തീരുമാനിച്ചത് തന്നെ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ജനാധിപത്യ ധ്വംസനത്തിന്, ജനാധിപത്യ വ്യവസ്ഥ ഇല്ലാതാക്കുന്നതിനോ അടിച്ചമർത്തുന്നതിനോ കിട്ടുന്ന ഒരു സാഹചര്യത്തെ പോലും ഉപയോഗിക്കുകയോ ദുരുപയോഗിക്കുകയോ ചെയ്യേണ്ട എന്നുള്ള കൃത്യമായ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഒരു മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അല്ലേ അദ്ദേഹത്തെ ഈ നമ്മുടെ
SIT വിളിച്ചു വരുത്തുന്നതും ചോദ്യം ചെയ്യുന്നതും ഓർക്കുന്നില്ല. അന്ന് പോയത് കൂളായിട്ട് രാവിലെ ഒറ്റയ്ക്ക് ചെന്നു. നിങ്ങൾ എത്ര നേരം ഇവിടെ ചോദിച്ചോളം പറഞ്ഞു, മണിക്കൂറുകളോളം. വൈകുന്നേരം വരെ ചോദ്യം ചെയ്തതിനാണ്. അത് വിധേയമായ ശേഷമാണ് ആദ്യം വിളിച്ചപ്പോൾ തന്നെ മോദി പോയത്. അന്നും രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കേജ്രിവാളും തോമസ് ഐസൊക്കെ കാണിക്കും നമ്മൾ കാണുന്നില്ലേ. മാത്രം ഒരു കാര്യം കൂടി, അന്ന് ദുരുപയോഗത്തിൻ്റെ ഒരു കാര്യം കൂടി പറയണം. ഗുജറാത്ത് കേസുണ്ടായ കേസ് എന്തിനാണ് മഹാരാഷ്ട്ര വിട്ടത്? ഗുജറാത്ത് വിഷയവുമായി ബന്ധപ്പെട്ട കേസുകൾ മോദി ഭരിക്കുന്ന ഗുജറാത്ത് കേൾക്കാൻ പാടില്ല. കോട്ട പോരാ, മഹാരാഷ്ട്രയിൽ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന മഹാരാഷ്ട്ര വേണം. ആ കേസ് കേൾക്കേണ്ടെന്ന് തീരുമാനിച്ചതിന് അതിന് ജനാധിപത്യ ബോധമുള്ളത്. ആ കാര്യം പറഞ്ഞ പോലെ എതിർക്കാൻ മോദി തയ്യാറായില്ലല്ലോ. നിങ്ങളുടെ കോടതി, നിങ്ങളുടെ നിയമ സംവിധാനം, നിങ്ങൾ നിയന്ത്രിക്കുന്ന എല്ലാ സംവിധാനത്തിൽ കൂടെ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്തിൽ ഞാൻ വരാൻ തയ്യാറാണ്. എൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുന്നവരാണ്. ബോധ്യപ്പെടുത്തി. അവിടെ ഫാസ്റ്റ് ട്രാക്ക് ഒന്നും ഇല്ലായിരുന്നു. ഫാസ്റ്റ് ട്രാക്ക് ഫോർ എക്സാമ്പിൾ, രാഹുൽ ഗാന്ധിയെ ഉത്തർപ്രദേശിലെ ഗ്രാമത്തിലൊരു ബലാത്സംഗ കേസിൽ പ്രതിയായവർ അറിയുമോ? ആ കേസ് ഭയങ്കര ജെറ്റ് സ്പീഡിലാണ് സുപ്രീം കോടതി വരെ എന്നിട്ട് ഈ കേസ് കൊടുത്തവരെ ഇപ്പോൾ അവരെവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. അതും വേറൊരു സ്റ്റോറിയാണ്. വി ഡോണ്ട് ഹാവ് ടൈം ടു ഡിസ്കസ് ദാറ്റ്. അപ്പോൾ കോടതിയെയും ജുഡീഷ്യറിയെയും അന്വേഷണ ഏജൻസിയൊക്കെ മറ്റുള്ളവർ ഉപയോഗിച്ച രീതിയിൽ ഉപയോഗിക്കുന്ന ശൈലി ഇപ്പോൾ ഇല്ല. എതിരായ കോടതി വിധി വരുമ്പോഴും സ്വീകാര്യം അല്ലെന്ന് പറയുന്ന കോടതി വരുമ്പോഴും അതിനെ മാറ്റിമറിക്കുന്നതിന് ഒന്നും ശ്രമിച്ചിട്ടില്ല. IB ആണെങ്കിലും, IB പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ഒരു കാലത്ത് IBയുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് പ്രതിപക്ഷത്തെ പിന്നെ ഇലക്ഷൻ ആര് ജയിക്കുമെന്നുള്ള കണ്ടുപിടിക്കുക എന്നുള്ളത്. അതുപോലെ ഞാൻ ഓർക്കുന്നുണ്ട്, MK നാരായണൻ NSA ആയിരുന്ന കാലത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ കൂടിയാലോചന ചർച്ചകളിൽ ഇദ്ദേഹം അംഗമാണ്. കരുണാനിധിയെ കാണാനായിട്ട് MK നാരായണൻ വന്നെന്നാണ് വാർത്ത വരുന്നത്. ഇപ്പൊ നിങ്ങൾ അജിത് ദോവല് ഇവിടെ വന്ന് എന്താ പറയണത്, കേരള കോൺഗ്രസ് ജെയുമായിട്ട് ചർച്ച ചെയ്യാൻ വന്ന് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അവർക്കൊക്കെ അവരുടേതായ ജോലിയുണ്ട്, അതവർ ചെയ്യും. അതിനപ്പുറം അവരെ ദുരുപയോഗം ചെയ്ത ശൈലിയേ ഇപ്പോൾ ഇല്ല. ഇത് അമേരിക്കയ്ക്ക് പോലും മാതൃകയാണെന്ന് ഞാൻ പറയും. കാരണം കഴിഞ്ഞ ഇലക്ഷന് അമേരിക്കയിലെ നമ്മൾ കണ്ടതല്ലേ, അമേരിക്കയിലെ ബഹളം വേണ്ട. ഇതിനു മുമ്പ് 2000 ജോർജ് ബുഷ് ജൂനിയർ മത്സരിച്ച ഇലക്ഷൻ ഉണ്ടല്ലോ, അന്നും അവിടുത്തെ ബഹളം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇത് പറയുന്നത് യാതൊരു കഥയില്ല. പിന്നെ ഏത് ജനാധിപത്യ വ്യവസ്ഥയും ഒരു ജനാധിപത്യ വ്യവസ്ഥയും പൂർണ്ണമല്ല. അവിടെയൊക്കെ എക്സിക്യൂട്ടീവ് ഹെഡിന് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഒക്കെയുള്ള ചില സൗകര്യങ്ങളുണ്ടാവും. അത് അനിവാര്യമാണ്. ആരെങ്കിലും വേണ്ടേ? ഇലക്ഷൻ കമ്മീഷനെയോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ CBIയുടെ ഡയറക്ടറെയോ. ഒരു പക്ഷേ ഈ കേസുകളിലെ മെറിറ്റ് ആയിരിക്കണം ഒരുപക്ഷെ ഇവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. അത് ഇന്നത്തെ കേസ് കണ്ടറിയില്ലോ. ഇന്നത്തെ കേജ്രിവാളിൻ്റെ ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിമെന്റ് വളരെ കൃത്യമാണ്. അതൊരു ഒരു നല്ല പാഠമായിട്ട് മനുഷ്യൻ മനസ്സിലാക്കേണ്ട സാധനമാണ്. എവറിത്തിങ് ഈസ് പ്രോപ്പർലി എക്സ്പ്ലെയിൻഡ്. അതെ, അറസ്റ്റ് നിയമപരമാണ്, ഗൂഢാലോചനയുണ്ട്, അതിൽ പങ്കെടുത്തിട്ടുമുണ്ട്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. വളരെ വ്യക്തമല്ല. അത് തന്നെയാണ്. വേറെ എന്ത് രാഷ്ട്രീയം അന്വേഷിക്കേണ്ട കാര്യവുമില്ല. അപ്പൊ അത് തന്നെയായിരിക്കും ഇവരെ ഭയപ്പെടുത്തുന്നത്. അത് തന്നെ, ഇത് തന്നെ. ഇതിനകത്ത് വേറൊരു പ്രധാന പ്രശ്നം കൂടി, ഇപ്പൊ ജനാധിപത്യ സംവിധാനം അപകടത്തിലാണെന്ന് പറയുന്നതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് അല്ല ഈ സർക്കാർ എന്നുള്ള ഒരു പറച്ചിലാണ്. അത് നിരന്തരം ഇങ്ങനെ പറഞ്ഞൊരു നരേറ്റീവായിട്ട് ഇവർ സൃഷ്ടിക്കുന്നുണ്ട്. ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം പ്രതിനിധീകരിക്കുന്ന, അവർക്ക് മാത്രം ഫേവറബിളായി നിൽക്കുന്ന ഒരു സർക്കാർ, അതാണ് ഇതെന്നാണ് മറ്റൊരു വലിയ ആരോപണം. അത് കേട്ടപ്പോൾ എനിക്ക് കോയിൻ ചെയ്യാൻ തോന്നുന്നൊരു വാക്ക് വരിക. 2 വാക്കുകൾ. ഒന്ന് സ്ട്രക്ചേർഡ് ഇൻക്ലൂസീവ്നെസ്, 2 ഡയറക്റ്റ് ഇൻക്ലൂസീവ്നെസ്. സ്ട്രക്ചേർഡ് ഇൻക്ലൂസീവ്നെസ്സിൽ നിന്ന്, ഈ പ്രയോഗം ശരിയാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഇപ്പോഴത്തെ പ്രയോഗമാണ്, ഡയറക്റ്റ് ഇൻക്ലൂസീവ്നെസ്സിലേക്ക് സർക്കാർ പോയിരിക്കുന്നു. ഞാൻ വിശദീകരിക്കാം. അതായത് വളരെ ഫേമസ് ആണല്ലോ ഈ രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞു, 1 രൂപ കൊടുത്താൽ 15 പൈസ താഴെ വരുള്ളൂ എന്ന് പറഞ്ഞു. ആ രീതി മാറ്റിയിട്ട് ജനങ്ങളിലേക്ക് ഇൻക്ലൂസീവ്, എക്കണോമിക് ഇൻക്ലൂസീവാണ് പ്രധാനം, സാമ്പത്തിക ഉൾക്കൊള്ളല പ്രധാനം. കൊടുക്കുന്ന പണം ജനങ്ങളിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അപ്പം താഴെ തട്ടിലുള്ള ജനങ്ങൾ, വീടില്ലാത്തവർ, ടോയ്ലറ്റ് ഇല്ലാത്തവർ, കുടിവെള്ളമില്ലാത്തവർ,
എന്തിന് വസ്ത്രം പോലും ഉടുക്കാൻ വസ്ത്രം പോലും ഇല്ലാത്തവർ, വിദ്യാഭ്യാസ സൗകര്യമില്ലാത്ത ആളുകൾ, പിന്നെ കൃഷി ചെയ്യുന്ന കൃഷിക്കാർ, ഇവരിലേക്കൊക്കെ ഡയറക്റ്റായിട്ട് ബെനിഫിറ്റ്സും ജനങ്ങളുടെ പരിഗണനയും എത്തുന്ന ഒരു സാമ്പത്തിക മോഡൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തൊക്കെ അവർ ചെയ്തു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പം രാജേഷോ ഞാനോ അറിയാതെ പോലും എൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ആളിന് അവരുടെ കുട്ടിക്കൊരാവശ്യം ഉണ്ടെങ്കിൽ അതിന് സ്കോളർഷിപ്പോ കിട്ടുന്നൊരു സാഹചര്യം വന്നു. അപ്പം നമ്മളതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു, ഇടനിലക്കാർ ഒഴിവാക്കപ്പെട്ടു, കിട്ടേണ്ടവർക്ക് പ്രയോജനം കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് ഇൻക്ലൂസീവ് യൂസ് ഈസ് മോർ എഫക്റ്റീവ് ആൻഡ് ഡയറക്റ്റ്. അതാണ് ഇന്നത്തെ കാലത്തെ പ്രത്യേകത. ഇത് തന്നെ തെരഞ്ഞെടുപ്പുകളെയും ബാധിച്ചു. പണ്ടൊക്കെ പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലൊക്കെ പറയുമ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതിനകത്ത് ഇതൊന്നുമല്ല, അപവാദമൊന്നുമല്ല. ഒരു പഞ്ചായത്തിലെ ഒരു ഹെഡിനെ ഗ്രാമത്തലവനെ പിടിച്ച വോട്ടിങ് പോരുമായിരുന്നു. ഏറ്റവും പ്രധാനമായി അതിന് മാറ്റം വരുത്തിയത് യു പിയിലാണ്. കഴിഞ്ഞ 2014 ഇലക്ഷന് അമിത്ഷാ അവിടെ ചുമതലയേൽപ്പിച്ചു. അമിത്ഷാ അവിടെ ചെന്ന് അവിടുത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ബൂത്ത് തലത്തിലുള്ള അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അന്ന് ഈ ഓരോ വീഡിയോ ഒക്കെ ഉണ്ടാക്കി പ്രദർശിപ്പിക്കാൻ കൊടുക്കുമായിരുന്നു. അത് കൊടുത്തു വിട്ട് കഴിയുമ്പോഴത്തേക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ കറണ്ടില്ല. കറണ്ടില്ലാത്തൊരു ജനറേറ്റർ സംവിധാനം വെച്ചിട്ട് ഇത് ഞാൻ ഈ പറയുന്ന സംഗതി ഉണ്ടല്ലോ, എങ്ങനെയാണ് ഇന്ത്യ പോലൊരു വലിയ രാജ്യത്തെ ജനാധിപത്യ കോംപ്രിഹെൻസീവായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തെ അതിജീവിച്ച് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു ഇംഗ്ലീഷ് പ്രൈം മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറി, ജേർണലിസ്റ്റാണ്, ഞാൻ പേര് മറന്നുപോയി, അതായത് മോദിയുടെ വരവ് എങ്ങനെയായിരുന്നു അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പേര് ഞാൻ എൻ്റെ കയ്യിലെ പുസ്തകം, ഞാൻ പേര് പറഞ്ഞു, ആ പുസ്തകത്തിൽ ഇദ്ദേഹം ഇത് വിവരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെയൊന്ന് ഈ വീഡിയോ കാണിക്കും. എന്നിട്ട് അവരോട് പറയും, മോദി പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ അടുത്ത തവണ ഞങ്ങൾക്ക് ജനറേറ്റർ ഒന്നും കൊണ്ടുവന്ന് വരത്തില്ല, നിങ്ങളുടെ വീട്ടിൽ വൈദ്യുതി എത്തുമെന്ന് പറഞ്ഞു. See, the message was direct. And the delivery of the offer was also direct. കൃത്യമായ കാര്യങ്ങൾ സന്ദേശം കൊടുത്തു. ആ സന്ദേശത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും ഒരു നേരിട്ടുള്ള രീതി മോദി ഇംപ്ലിമെന്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതിൽ ഇവർക്ക് ഒരിക്കലും ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടില്ല, ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിലായാലും സ്കീമുകളിലായാലും ആരെയെങ്കിലും മാറ്റി നിർത്തിയെന്ന ഒരു കേസിൽ പോലും. എല്ലാ മേഖലകളിലും സ്കീമുകളുണ്ട് സർ, പക്ഷെ ഒരു മേഖലയിൽ പോലും ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ അതുപോലെ അവശ്യ വിഭാഗങ്ങൾ ഇതുപോലെ ആൾക്കാരെ മാറ്റി നിർത്തിയെന്ന് ആരോപണം കൊണ്ടുവരാൻ ഇതുവരെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇത് പറയുമ്പോൾ ഞാൻ കാര്യം ഓർക്കാം, ഹുക്കും ദേവ് നാരായൺ യാദവ് കേട്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ബീഹാറിലെ ഇപ്പം ഏജൊക്കെ ഓവറായി ഇല്ല, MP ആണ്, ഷെഡ്യൂൾ കാസ്റ്റ് ആളാണ്. ഇദ്ദേഹം പറഞ്ഞ സംഗതിയുണ്ട്, മോദി പ്രധാനമന്ത്രി ആയതോടെ ഗർഭിണികളായ പാവപ്പെട്ട സ്ത്രീകൾക്ക് പോഷകാഹാരം കിട്ടാൻ വേണ്ടി 500 രൂപ വെച്ച് പ്രതിമാസം കൊടുക്കും എന്നൊരു പ്രഖ്യാപനം നടത്തി കൊടുക്കാനും തുടങ്ങി. അത് കിട്ടിയതിനകത്ത് ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങൾ ഹരിജനങ്ങൾക്കാണ്, ദളിതർക്കാണ് കൂടുതൽ കിട്ടുന്നത്. പക്ഷെ ഇത് കുറച്ച് മറ്റുള്ളവരുടെ കിട്ടുന്നതിന് പേര് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം ആരെന്ന് പറഞ്ഞല്ല കൊടുക്കുന്നത്. ഈ ഒരു ചർച്ച വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിക്കും എത്തേണ്ടിടത്തോട്ട് കാര്യം എത്തണം. ഈ ഇസ്രായേലിലെ പറയുമല്ലോ, ഈ ചെടിയുടെ മൂട്ടിൽ കൊണ്ട് വെള്ളം ഒഴിക്കുന്ന ഏർപ്പാട് വേണ്ടിടത്ത് മാത്രം. അപ്പൊ അതുകൊണ്ട് രണ്ടു കിട്ടേണ്ടവർക്ക് കിട്ടുകയും ചെയ്തു, നഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ വിഭവങ്ങളിലെ ആദ്യത്തെ അവകാശം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കാണ് എന്ന് പ്രധാനമന്ത്രി തന്നെ, അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞ ഒരു രാജ്യത്താണ് ഇപ്പോൾ ഈ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് പ്രീണനത്തിന്റെ രാഷ്ട്രീയം. ഇത് ആവശ്യം അറിഞ്ഞ് പട്ടിണി പഠിച്ചിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള, അതിന്റെ ദുഃഖം അറിഞ്ഞിട്ടുള്ള, പാത്രം കഴുകുന്ന, അടുത്ത വീട്ടിലെ പാത്രം കഴുകുന്ന ഒരു അമ്മയുടെ മകൻ പ്രധാനമന്ത്രി ആയപ്പോഴത്തേക്ക് മനസ്സിലായി എന്താ പട്ടിണിയെന്ന്. തീർച്ചയായിട്ടും. അതുകൊണ്ട് എൻ്റെ പഞ്ചായത്ത് നമ്മുടെ കൊടുക്കണ്ട, എൻ്റെ അമ്മയുടെ കൊണ്ട് കൊടുത്ത അമ്മയ്ക്കായിരിക്കും അത് നേരിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്നു. തീർച്ചയായിട്ടും. അത് ഒരു കാര്യം നോക്കി, കോവിഡ് വന്നപ്പോൾ ലോകം മുഴുവൻ പറഞ്ഞു എന്താ, ഇന്ത്യയിലെ അവരും പറഞ്ഞു എന്താ, തോമസ് ഐസൊക്കെ പറഞ്ഞ നോട്ട് പ്രിന്റ് ചെയ്യുക, കൊടുത്തേക്കുക, വാരി കൊടുക്കാനാണ് പറഞ്ഞു. അന്ന് മോദി സർക്കാർ ചെയ്തതെന്താ, എല്ലാവരുടെയും വീട്ടിൽ റേഷൻ എത്തിച്ചു. ഈ അരിയും ധാന്യങ്ങളും എത്തിച്ചപ്പോഴത്തേക്ക് ആവശ്യം നടന്നല്ലോ. പിന്നെ അതിൻ്റെ കൂടെ വേറെ ഗുണമുണ്ടായി, ഗോഡൌണിൽ കെട്ടിക്കിടന്ന അരിയെല്ലാം പുറത്തു വന്നു. പുതിയത് പ്രൊക്യൂർമെന്റിനുള്ള പണം കൊടുക്കേണ്ടി വന്നു. അതൊക്കെ ഒരു സൈക്ലിക് എഫക്റ്റാണ്. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞത്,
ഇൻക്ലൂസീവ് എന്ന് പറയുമ്പം ആരെയാണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ആരെയാണോ കൂടെ കൂട്ടേണ്ടത്, ആ ആളെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി മോദിയുടെ പുതിയ രീതികൾക്ക് കഴിഞ്ഞു. ഇതാണ് ഇവർ ഭയപ്പെടുന്ന വേറൊരു കാര്യം. ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴും ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മളിപ്പോൾ ചർച്ച ചെയ്തതും പറഞ്ഞു, ഉപഭോക്താവിലേക്ക്, ജനങ്ങളിലേക്ക്, അർഹിക്കുന്ന കരങ്ങളിലേക്ക് സഹായം എത്തി എന്ന് വന്നപ്പം ഇന്ത്യയിൽ ഇപ്പോൾ അതിന് പറയുന്നൊരു വാചകമുണ്ട്, ഉപഭോക്താവിന് ഗുണഭോക്താവ് മലയാളത്തിന് പറയാം. സർക്കാരിൻ്റെ പല സ്കീമുകൾ കൊണ്ടും ഗുണഭോക്താവായ ആളുകളുടെ എണ്ണം മാത്രം കൂട്ടിയാൽ മതി. മൂന്നാം സർക്കാർ മോദിയുടെ വരുന്നതിന് അവർ മാത്രം വോട്ട് ചെയ്താൽ മതി. വളരെ വ്യക്തമാണ്. അത് കേരളത്തിലാണേലും തമിഴ്നാട്ടിലാണേലും ബംഗാളിലാണേലും ഭാരതത്തിൻ്റെ എവിടെയാണേലും. ഇനിയും അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം ഞാൻ ഹിന്ദുവാണ് മുസ്ലിമാണെന്ന് ചിന്തിക്കാതെ എന്നെ കൂടെ ഭാരതത്തിൻ്റെ വികസനത്തിൻ്റെ പ്രക്രിയയിൽ ചേർത്ത് നിർത്തിയത് മോദിയാണെന്ന് കണക്കാക്കി വോട്ട് ചെയ്താൽ മാത്രം മതി. അവരുടെ മനസാക്ഷിയുടെ വോട്ട് കിട്ടിയാൽ മോദി ജയിക്കും. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. നമ്മുടെ ഈ ചർച്ചയുടെ സമയം അവസാനിക്കുന്നതിന് മുമ്പ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരു കാര്യം, പക്ഷെ ആദ്യം നമ്മൾ തുടങ്ങി വെച്ച ആ വിഷയത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. ഭാരതത്തിലെ ജനാധിപത്യ സംവിധാനം എല്ലാം തകരാറിലാണ്, എല്ലാം അവസാനിക്കാൻ പോകുന്നു എന്ന ഈ പ്രചരണത്തിൻ്റെ പിന്നിൽ നമ്മളുടെ ഒരു മീഡിയയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് കൂടി ഒന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. അതും ഇതിൻ്റെ വളരെ സ്ട്രക്ചർഡായ മാർഗങ്ങളിലൂടെയാണ് അത്തരം നരേറ്റീവ്സ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന മീഡിയയെ ഉപയോഗിച്ച്. അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ്? അതിനകത്ത് എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്ന്, അത് ഇതുവരെ ഇടയ്ക്ക് പറഞ്ഞതുമായിട്ട് ബന്ധമുള്ള ആദ്യം പറയാം. മീഡിയ സ്വതന്ത്രമല്ല, മീഡിയയുടെ കഴുത്ത് ഞെരിക്കുന്നു. അതെ, ഇതാണ് ഉയർത്തുന്നൊരു ആരോപണം. മീഡിയ പ്രധാനപ്പെട്ട നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റാണ്, ഭരണഘടനയും ജനാധിപത്യവും അംഗീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. അതിനെ കഴുത്ത് ഞെരിക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുന്നില്ല, മീഡിയയുടെ കഴുത്ത് ഞെരിക്കാൻ വേണ്ടി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന ആരാ? ജവഹർലാൽ നെഹ്റു. ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ അതിന് കാരണമുണ്ട്. ഓർഗനൈസറും പിന്നെ അത് ഓർഗനൈസർ RSSൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, അവർ രണ്ട് ക്രോസ് ഫയർ എന്നാണ് ഈ പ്രസിദ്ധീകരണത്തിൻ്റെ. ഇവർ രണ്ടുപേരും നെഹ്റുവിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ആർട്ടിക്കിൾ 19 അഭിപ്രായ സ്വാതന്ത്ര്യം, അതാണല്ലോ മീഡിയയ്ക്കുള്ളത്, അതിന് കടിഞ്ഞാനിടാൻ വേണ്ടി ആദ്യം കൈപൊക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. അതവിടെ ഒരു കാര്യം. മോദി വന്ന ശേഷം ഇന്ന് വരെ ഒരു മാധ്യമത്തിൻ്റെ മുകളിൽ ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഡിജിറ്റൽ ന്യൂസ് മീഡിയ പ്ലാറ്റ്ഫോമിനെ പക്ഷേ പിടിച്ചിരുന്നു. അത് കാര്യമുണ്ട്. ചൈനയുടെ പണം വാങ്ങിച്ചിട്ട് ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുമ്പോഴത്തേക്ക് അത് രാജ്യദ്രോഹം ചെയ്യുന്നവരെ ഒഴിവാക്കാൻ പറ്റില്ല. അത് വേറെ കാര്യം. ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കാം, എനിക്ക് അങ്ങേക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഏത് പത്രമാണ്? ചാനൽ ഞാൻ സമ്മതിക്കാം, ഉണ്ട്. ഏത് വർത്തമാന പത്രമാണ്? ഹിന്ദുവോ, സ്റ്റേറ്റ്സ്മനോ, ടൈംസ് ഓഫ് ഇന്ത്യയോ, ഇന്ത്യൻ എക്സ്പ്രസോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അനുകൂലമായിട്ട് വളരെ കുറവാണ്, ഒന്നുമില്ലാന്ന് തന്നെ പറയാം. കേരളത്തിലെ ഇന്ത്യൻ എക്സ്പ്രസ് ആണെങ്കിൽ ആ TJS ജോർജിൻ്റെ ആർട്ടിക്കിളുകൾ, ഇവിടുത്തെ നമ്മുടെ ജയകുമാറിൻ്റെ റിട്ടയർഡ് ചീഫ് സെക്രട്ടറി ജയകുമാറിൻ്റെ ആർട്ടിക്കിൾ, പിന്നെ കാളീശ്വരൻ രാജിൻ്റെ ആർട്ടിക്കിളെല്ലാം കൊടുത്തു വരുന്ന സാധനം ഉണ്ടല്ലോ, എന്നും ആൻറ്റി മോദിയാണ്. അതെ അതെ, ഇതൊരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, സമയക്കുറവുകൊണ്ട് ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പം മാധ്യമങ്ങളുടെ മുകളിൽ മോദി സർക്കാരിൻ്റെതായിട്ട് ഒരു നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നിയന്ത്രണമില്ലെന്നല്ല, അത് ഞാൻ പറയാൻ പറ്റില്ല. അനാവശ്യമായ നിയന്ത്രണവും അടിച്ചമർത്തലോ ഇല്ല. അത് രാജീവ് ഗാന്ധി ചെയ്തതോ ഇന്ദിരാഗാന്ധി ചെയ്തതോ ഒന്നും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മുകളിൽ അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇപ്പോൾ വന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ നേരെ മറിച്ച് നരേന്ദ്രമോദിയെയും ഭാരതത്തെയും ഭാരത സർക്കാരിനെയും ഹിന്ദു സമാജത്തെയും വിമർശിക്കുകയും അവർക്കെതിരെയുള്ള നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന്, അതുപോലെ ഭാരതത്തിൽ ജനാധിപത്യം മരിക്കുന്നു എന്നുള്ളൊരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കണ്ടമാനം വരുന്നുണ്ട്. അതിൻ്റെ തണലിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ GDPയുടെ ഒരു കാര്യമായ പങ്ക് തന്നെ ഇവരിലൂടെ ആണെന്ന് വേണം പറയാൻ വേണ്ടി. സിദ്ധാർത്ഥ് രാജരാജൻ്റെ വയറും ഇവിടെയുള്ള പല പ്രസിദ്ധീകരണം, ഡിജിറ്റലും അല്ലാത്തതും, മീഡിയകൾ, ചാനലുകൾ ഒക്കെ ഒരു കാര്യം ആലോചിക്കുക. എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ TV ഓൺ ചെയ്താൽ, പ്രത്യേകിച്ച് മലയാളം ചാനലുകളിൽ
മോദിയെ ചീത്ത പറയുന്നതിന് മത്സരിക്കുക. അതെ എന്നിട്ട് പറയുകയാണ് അടിയന്തരാവസ്ഥ കാലത്തെ അനുഭവം ഇപ്പോഴെന്ന് പറയുക. അതെ ആ അടിയന്തരാവസ്ഥ കാലത്ത് ഇവരൊക്കെ മിണ്ടാൻ പറ്റുമോ? തീർച്ചയായും. അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ദിരാഗാന്ധി അറുകോല യക്ഷിയ നിങ്ങൾ എഴുതുക, ഫാസിസ്റ്റിന്റെ തുലയട്ടെ എന്ന് വെള്ള കടലാസിൽ എഴുതി 4 ബസ്സിന്റെ പുറകിൽ ഒട്ടിച്ചതിന്റെ പേരിൽ ഞാനൊരു ഓട്ടോ ഓടിയിട്ട് നാഗാലാൻഡിൽ ചെന്ന നിന്നത്. അയ്യാ, എന്നോടാണ് പറയുന്നത്. അടിയന്തരാവസ്ഥയുടെ ഡൽഹി പോകുന്നത് നാഗാലാൻഡിൽ പോയാൽ നിന്നത്. ആ എന്നെ പോലുള്ളവരോട് ഇന്ന് ഈ വൈകുന്നേരം ചാനൽ ചർച്ച കണ്ടുകൊണ്ട് വിമർശനം മാത്രമാണ് കാണുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ. അതൊക്കെ പൊളിഞ്ഞെടുക്കപ്പെടുകയല്ലേ. തീർച്ചയായും. ഏതായാലും നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ 2024 മോദി ജയിച്ച ശേഷം 29 ജനാധിപത്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനുമൊക്കെ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ. എനിക്കൊരു പക്ഷേ ആയത്തുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അയ്യോ, തീർച്ചയായിട്ടും വളരെ വളരെ കൃത്യമാണ് രാജൻജിയുടെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അസസ്മെൻറ്റും. തീർച്ചയായിട്ടും ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തിപ്പെടുത്തലാണ് ഈ രാജ്യത്ത് നടക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പും. ഇത്തരം വലിയ ജനങ്ങൾക്കൊരു പക്ഷേ ഭീതി ഉളവാക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങൾ യാതൊരു തരത്തിലും ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കില്ല എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ പറയുന്ന പ്രചണ്ഡമായ പ്രചരണങ്ങൾ ജനങ്ങളിൽ എത്രത്തോളം അത് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളത് നമ്മളുടെ ഗ്രൗണ്ട് ലെവലിൽ വളരെ വ്യക്തമാണ്. ഒരു വ്യക്തിയെ, ഒരു പ്രധാനമന്ത്രിയായി 2 ഊഴം ഈ രാജ്യം ഭരിച്ച ഒരു വ്യക്തിയെ എല്ലാവരും പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൻ്റെ മറുവശത്തുള്ള സകലരും ഒരുമിച്ച് എതിർക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ പറയുന്ന വ്യക്തിയിലാണ് ആ ശരി എന്നുള്ളത് തന്നെ വളരെ വ്യക്തമാണ്. എന്തായാലും ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് അഭിപ്രായം. അതുതന്നെയാണ് തെരഞ്ഞെടുപ്പ്. 2024 ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾക്ക് ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമസ്കാരം.